ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പകൽക്കാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. മഹനീയം എന്ന കൂട്ടായ്മയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും വീണ്ടും സ്വാഗതം. വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് പകൽക്കാലം ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ചില അത്ഭുത സാക്ഷ്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. നേരത്തെയുള്ള വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ ഹിന്ദു മാർഗത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൽ വിശ്വസിച്ച് ഹാലലിയ മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഹാലലിയ പലർക്കും ഹാലലിയ പല ചോദ്യങ്ങളും എൻ്റെ ജീവിതത്തിൽ പലരും ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ജനിച്ചു വളർന്ന ഹാലലിയ ജാതിയും മതവും കുലവും കുടുംബവും ഒക്കെ വിട്ട് ഹാലലൂയ ഇപ്രകാരം ഒരു മാർഗം തിരഞ്ഞെടുത്തത് എന്നൊക്കെ ഹാലലിയ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഹാലലിയ അതിനൊക്കെ എനിക്ക് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. എൻ്റെ യേശുവിനെ ഹാലലിയ ഞാൻ സ്നേഹിപ്പാനായിട്ട് എനിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. ഹാലില മറ്റാരിലും കണ്ടിട്ടില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ എൻ്റെ യേശുവിൽ കണ്ടതുകൊണ്ടാണ് ഹാലലൂയ ഞാൻ എല്ലാം വിട്ടിറങ്ങി എൻ്റെ കർത്താവിനെ സ്നേഹിക്കുവാനും അവനെ സേവിപ്പാനും ഇടയായി തീർന്നത്. ഹാലലിയ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്ത ദൈവം ഇത് കാണുന്ന നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങളെ ചെയ്യുക തന്നെ ചെയ്യും. ഹാലലിയ ഇന്ന് പകൽക്കാലം ഹാലലിയ എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഹാലലിയ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ഹാലലിയ പരിമിതികൾ ഉണ്ടെങ്കിലും ഹാലലിയ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായിട്ട് ഹാലലിയ ദൈവം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഹാലലിയ വളരെ ഹാലലിയ വലിയ അനുഭവം ഒരു സാക്ഷ്യം എൻ്റെ ജീവിതത്തിലുണ്ട്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഹാലലിയ 1 by 1 ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ ദൈവിക സാക്ഷ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഹാലലിയ എൻ്റെ പേര് നിങ്ങൾക്കെല്ലാം അറിയാം, രശ്മി വിനോദ് എന്നാണ്. ഹാലലിയ എൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഞാൻ ഹാലലിയ ക്രിസ്തീയ കുടുംബത്തിലുള്ള ആയിരുന്നില്ല. ഞാൻ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഹാലലിയ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് വിനോദ്, എനിക്ക് 2 കുട്ടികളുണ്ട്, കെസിയ, കെവിൻ. ഞങ്ങൾ മുംബൈയിൽ സെറ്റിൽഡ് ആണ്. ഹാലലിയ ഇനി ഞാൻ എങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് വന്നതെന്ന് ഞാൻ പറയാം. ഹാലലിയ ഞാൻ ജനിച്ചതും ഞാൻ വളർന്നതും കായംകുളം കണ്ടല്ലൂർ ഗ്രാമത്തിലാണ്. ഹാലലൂയ അവിടെ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലം ഞാൻ ചിലവിട്ടതും അവിടെ തന്നെയാണ്. എൻ്റെ 10th കഴിഞ്ഞ് ഞാൻ ഹാലലിയ എൻ്റെ മാതാപിതാക്കളുടെ ജോലിയോടുള്ള ബന്ധത്തിൽ അവർ മുംബൈയിലായിരുന്നത് കൊണ്ട് തുടർന്നുള്ള വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളുമായിട്ട് ഞാൻ മുംബൈയിലേക്ക് വന്നു. ഹാലലൂയ ഇവിടെ എൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. അതിനുശേഷം ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. ആ സമയത്താണ് എൻ്റെ പ്രിയ മാതാവ് ഹാലലിയ ഒരു ക്യാൻസർ രോഗബാധിത ാണെന്ന് ഹാലലിയ ഞങ്ങൾ അറിയുന്നത്. എൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ വളരെ ഹാലിൽ ദുഃഖമുണ്ടായ ഒരു അനുഭവമായിരുന്നു. കാരണം എൻ്റെ ഏകദേശം 15 വയസ്സ് വരെ ഞാൻ എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് വേർപെട്ടാണ് ജീവിച്ചിരുന്നത് എൻ്റെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ. അതിനുശേഷം ഞാൻ എൻ്റെ കോളേജ് വിദ്യാഭ്യാസ സമയത്താണ് പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് ഞങ്ങൾ ഒന്നിച്ച് ഒരു സ്ഥലത്ത് താമസിക്കുവാൻ തുടങ്ങി. ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ അമ്മ ഹാലിലി രോഗബാധിതയായി തീർന്നപ്പോൾ എന്നെ മാനസികമായി, പ്രത്യേകിച്ചും ഹാലിലി കൗമാരപ്രായത്തിലുള്ള ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഹാലിലി എന്നെ വളരെയേറെ വേദനിപ്പിച്ചു. ഹാലിലിയ ആ സമയത്താണ് ഹാലിലി പ്രാർത്ഥിക്കുന്ന ചില സഹോദരിമാർ എൻ്റെ കുടുംബത്തിൽ വരികയും എൻ്റെ യേശുവിൻ്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. അതുവരെ ഹാലിലിയ എൻ്റെ ഹാലിലിയ വ്യക്തിപരമായ ഒരു അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ളവർ അങ്ങനെ ഒരു ഹാലലിയ സുവിശേഷം കേട്ടിട്ടില്ലായിരുന്നു. ഹാലലിയ നാട്ടിലുള്ള എൻ്റെ ഭവനം എന്ന് പറയുന്നത് ഹാലലിയ ഞാൻ എൻ്റെ മാതാവിൻ്റെ വീട്ടിൽ നിന്നാണ് വളർന്നത്. അവിടെ ഹാലലിയ കുടുംബക്ഷേത്രം, വീട്ടിൽ തന്നെ കുടുംബക്ഷേത്രമുണ്ട്. എല്ലാ ഹാലലിയ വർഷക്കാലവും ഹാലലിയ കുടുംബക്ഷേത്രത്തിലേക്ക് ഹാലലിയ പറയെഴുന്നള്ളത്തും മുടിയെഴുന്നള്ളത്തും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് വിശ്വാസത്തിലേക്ക് ഞാൻ വന്നത്. ഹാലലിയ അപ്രകാരമുള്ള രീതികളിൽ ഹാലലിയ ആ സമ്പ്രദായങ്ങൾ ആചരിച്ച് ജനിച്ചു വളർന്ന എനിക്ക് യേശു എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ഒരു ദൈവമെന്നുള്ള ഹാലലിയ ഒരു ഭാവനയായിരുന്നു എൻ്റെ മനസ്സിൽ. എന്നാൽ എൻ്റെ പ്രിയ മാതാവ് രോഗബാധിതയെ കിടക്കയിൽ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ചില സഹോദരിമാർ എൻ്റെ കുടുംബത്തിൽ വന്ന് എൻ്റെ മാതാവിന് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യമുണ്ട്, എനിക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഹാലലിയ ഒരു രക്തബന്ധമല്ല, ഒരു സുഹൃത്ത്
നിർബന്ധമില്ല, ഒന്നുമില്ലാത്ത അപരിചിതരായ ചില വ്യക്തികൾ കണ്ണുനീരോടെ എൻ്റെ കുടുംബത്തിൽ വന്ന് എൻ്റെ മമ്മിയുടെ രോഗകിടക്കയ്ക്കരികിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ എന്നെ വല്ലാതെ അത് സ്പർശിക്കുവാൻ ഇടയായി തീർന്നു. അവർ യേശുവിനെ കുറിച്ച് സുവിശേഷം അറിയിച്ചു. ഞങ്ങൾ അതിൽ വിശ്വസിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനോ മറ്റൊന്നും അറിയത്തില്ല. അവർ പ്രാർത്ഥിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ സ്തോത്രം പറഞ്ഞാൽ മതി, നമ്മൾ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേങ്കിൽ എന്തോ ദൈവം ഞങ്ങളെ മുന്നമേ കണ്ടിട്ടുള്ളത് കൊണ്ടാവാം, ഹാലേലുയ, ഞങ്ങൾക്ക് ഒരു വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടാകുവാൻ ഇടയായിത്തീർന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ മാതാവിനോടൊപ്പം ചികിത്സയിലായിരുന്ന പലരും ഹാലേലുയ ആ സമയത്ത് ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടു പോയപ്പോൾ വലിയവനായ ദൈവം എൻ്റെ മാതാവിനെ ആ വലിയ രോഗത്തിൽ നിന്ന് അത്ഭുതകരമായി വിടുവിച്ച് ലോകത്തിൻ്റെ ഏതറ്റത്തോളവും എത്ര സാമ്പത്തികവും മുടക്കി ചികിത്സിപ്പാൻ പ്രാപ്തിയുള്ള അനേകര് ആയിസേറാതെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഹാലേലുയ എൻ്റെ മാതാവിനെ ദൈവം അത്ഭുതകരമായി സൗഖ്യമാക്കി. 2002 എൻ്റെ യേശു എൻ്റെ മാതാവിനെ സൗഖ്യമാക്കി. ഈ 2024 പൂർണ്ണ ആരോഗ്യവതിയായി എൻ്റെ മാതാവ് എൻ്റെ കൂടെ തന്നെയുണ്ട്. ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഹാലേലുയ വലിയ വ്യത്യാസങ്ങൾ വരുത്തുവാൻ ഇടയായി തീർന്നു. ഇതുപോലെ അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് ഹാലേലുയ, എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു ഈ ഒരു പ്രവൃത്തി. ഹാലേലുയ, അതുവരെ ഞങ്ങൾ ഹാലേലുയ രാവിലെ വൈകുന്നേരവും വിളക്ക് കത്തിച്ച് സേവിച്ച ഒരു ദൈവങ്ങളും ഈ കഷ്ടതയിൽ ഞങ്ങളെ വിടുവിക്കാൻ വരാത്ത സ്ഥാനത്ത് ഹാലേലുയ ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിച്ചപ്പോൾ എൻ്റെ ഭവനത്തിൽ അത്ഭുതം ദൈവം ചെയ്തു. ഹാലേലുയ, ഈ ഒരു സംഭവത്തോടു കൂടി ഞാൻ ഹാലേലുയ അതുവരെ ഹാലേലുയ എൻ്റെ ഒരു ഡെയിലി റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഞാൻ എൻ്റെ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഹാലേലുയ എൻ്റെ പപ്പ വിളക്ക് കൊളുത്തി വെക്കും. ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ച് ചന്ദനക്കുറിയൊക്കെ വരച്ചിട്ടാണ് ഓഫീസിലേക്ക് പോകുന്നത്. അതിനുശേഷം ഞാൻ ഭവനത്തിൽ മടങ്ങി വന്നാലും പെട്ടെന്ന് ഹാലേലുയ മേല് കഴുകി വന്നിട്ട് ഹാലേലുയ നാമം ജപിക്കുന്ന ചില പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ വിളക്ക് കത്തിക്കുന്ന സ്ഥലത്ത് നടയിൽ വെച്ചിട്ടുണ്ട്. ആ പുസ്തകം എടുത്ത് അതിനകത്ത് 1001 സഹസ്രനാമം എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അത് ഡെയിലി ചൊല്ലുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഹാലേലുയ, അത് വായിച്ചിട്ട് വന്നതിന് ശേഷമാണ് ഒരു ഗ്ലാസ് ചായ പോലും ഞാൻ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുടിക്കുന്നത്. ഹാലേലുയ, അത്ര തീവ്രമായ വിശ്വാസമായിരുന്നു എൻ്റെത്. എന്നാൽ ഹാലേലുയ എൻ്റെ മാതാവിനെ വിടുവിച്ച ആ ഒരു സമയം തൊട്ട് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തുവാൻ ഇടയായി തീർന്നു. ഹാലേലുയ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഭവനത്തിൽ ഹാലേലുയ ഒരു ആൻറ്റിയുടെ വീട്ടിൽ ഒരു പാസ്റ്റർ വരുന്നുണ്ട്. ഹാലേലുയ, അവിടെ ഇടയ്ക്കൊക്കെ അവർ കൈയടിക്കുകയും പ്രാർത്ഥിക്കുന്നതും ഒക്കെ കേൾക്കാം. പക്ഷെ നമ്മളുടെ ഒരു ഇതല്ലാത്തത് കൊണ്ട് നമ്മൾ അവിടേക്ക് ശ്രദ്ധിക്കത്തില്ല. എങ്കിലും അവരുടെ ഭവനത്തിൽ പ്രാർത്ഥന വെക്കുമ്പോഴൊക്കെ ആൻറ്റി നമ്മളെ വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു അത്ഭുതം എൻ്റെ വീട്ടിൽ നടക്കുന്നതും. അതിനുശേഷം അവിടെ പ്രാർത്ഥന ക്രമീകരിക്കുമ്പോൾ ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ഇനി പ്രെയർ വെക്കുമ്പോൾ ഞങ്ങളെയും കൂടെ വിളിക്കണേ, ഞങ്ങൾ വരാം. അങ്ങനെ ഒരു ദിവസം അവിടെ പ്രെയർ നടക്കുന്ന സമയത്ത് ഹാലേലുയ ഞാൻ എൻ്റെ മാതാവുമായിട്ട് ഹാലേലുയ ആ ഭവനത്തിൽ പോയി. എന്നാൽ ഞാൻ എൻ്റെ മമ്മിയെ കൊണ്ടകത്ത് വിട്ടിട്ട് ഞാനിങ്ങ് പോന്നു. എന്നോട് ഞാൻ പറഞ്ഞു, പ്രാർത്ഥന കഴിയുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്ന് തിരിച്ചു കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. എന്നാൽ ഹാലേലുയ ഒരു ദിവസം ഞാൻ അവിടെ കടന്നു ചെല്ലുന്ന സമയത്ത് എനിക്ക് തോന്നി ആ പ്രാർത്ഥന കൂട്ടത്തിലൊന്ന് പോയിരുന്നാലോ. അങ്ങനെ ഞാൻ അകത്തേക്ക് കടന്നു ചെന്നു. അവിടെ ചെല്ലുമ്പോൾ ഭയങ്കരമായ കയ്യടി, പ്രാർത്ഥന, അന്യഭാഷ. ഇതൊന്നും അന്നറിയത്തില്ല, ഇവർ പറയുന്ന അന്യഭാഷയാണെന്നൊന്നും നമുക്കറിയില്ല. ഭയങ്കര ഒരു വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു അതിനകത്ത്. ഞാൻ അവിടെ പോയിരുന്ന ഹാലേലുയ ഇതെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന, അല്ലാതെ എനിക്ക് പ്രാർത്ഥിക്കാനും അറിയില്ല, ഒന്നും അറിയില്ല. ഞാൻ ഇതെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴും ഈ പ്രാർത്ഥനയുടെ അവസാനം ഈ പാസ്റ്റർ ഹാലേലുയ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്ന ആ സമയത്ത് എനിക്ക് ഹാലേലുയ കല്യാണാലോചനകളൊക്കെ ഇങ്ങനെ നോക്കുവാനുള്ള ഒരു തീരുമാനം വീട്ടിൽ എടുത്തിരിക്കുന്ന ആ ഒരു സമയത്താണ് ഹാലേലുയ ഈ പാസ്റ്റർ എൻ്റെ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ തിരികെ ഭവനത്തിൽ വന്നു. എന്നാൽ അന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം ചെയ്തു. ഹാലേലുയ, പിറ്റേ ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഓഫീസിലേക്ക് പോകാനായിട്ട് ഹാലേലുയ വിളക്ക്
കൊളുത്തുന്നിടത്തേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ വിലക്ക് വരികയാണ്, പോണ്ട, നമസ്കരിക്കണ്ട എന്നുള്ളത്. ഞാൻ വിളക്ക് കൊളുത്തിയില്ല, ഞാൻ പ്രാർത്ഥിച്ചില്ല. അങ്ങനെ ഞാൻ ഓഫീസിലേക്ക് പോയി. വൈകുന്നേരം ഞാൻ തിരികെ ഭവനത്തിലേക്ക് വന്നു. അതിനുശേഷം ഞാൻ പോയി മേലെല്ലാം കഴുകി വൃത്തിയായി വന്നതിന് ശേഷം സഹസ്രനാമ പുസ്തകം പഠിക്കുവാനായിട്ട് എടുക്കുവാൻ ഇങ്ങനെ ഞാൻ ഒരുങ്ങുമ്പോൾ ആ സമയത്ത് ഹാലേലുയ എൻ്റെ ഉള്ളിൽ പ്രേരണ വരികയാണ്, അതെടുക്കണ്ട ഹാലേലുയ. ആ സഹോദരിമാര് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് വായിക്കുവാൻ തന്ന ഒരു ബൈബിള് തന്നിട്ടുണ്ടായിരുന്നു. അത് അവിടെ എവിടെയോ വെച്ചിട്ടുണ്ട്, നീ അത് തിരഞ്ഞെടുക്ക് എന്ന് എന്നെ ആരോ ഉള്ളിൽ നിന്ന് പ്രബോധിപ്പിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് ഹാലേലുയ ഈ സഹസ്രനാമ പുസ്തകം എടുക്കാതെ ഞാൻ എൻ്റെ കോളേജിലെ ബുക്കുകളൊക്കെ വെക്കുന്ന ഷെൽഫിൽ പോയി തപ്പിത്തടഞ്ഞ് ഞാൻ ബൈബിള് കണ്ടെത്തിയെടുത്തു. എന്നിട്ട് ഞാനത് തുറന്നു. ഹാലേലുയ ഞാൻ ആ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ വായിക്കുവാൻ തുടങ്ങി. അതിൽ ഇപ്രകാരം എഴുതി, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ഹാലേലുയ പുതിയ നിയമത്തിന്റെ ഭാഗം എടുത്തു. അബ്രഹാം ഇസാക്കിനെ ജനിപ്പിച്ചു, ഇസാക്ക് യാക്കോബിനെ. ഒന്നും മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞു, ഇത് എന്തൊരു പുസ്തകമാണ്, ഇത് എന്തിനാണ് ഇത് വായിക്കുന്നതെന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഉള്ളിൽ എന്നെ ആരോ ബോധിപ്പിക്കുവാൻ തുടങ്ങി, നീ ഇത് കുറേശ്ശെയായിട്ട് വായിക്ക്, പരിശുദ്ധാത്മാവ് നിനക്ക് മനസ്സിലാക്കി തരും. അന്ന് പരിശുദ്ധാത്മാവ് എന്താണെന്നോ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നോ ബൈബിൾ എന്താണെന്നോ പോലും അറിയാത്ത ഞാൻ പതുക്കെ ഞാൻ ആ ബൈബിളിന്റെ ഭാഗങ്ങൾ വായിക്കുവാൻ തുടങ്ങി. പക്ഷേ ആരും അറിയാത്ത ഒരു ചേഞ്ച് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. എപ്പോഴാണോ ഞാൻ ബൈബിൾ കരങ്ങളിലെടുത്തത്, എപ്പോഴാണോ ഞാൻ അത് വായിക്കുവാൻ തുടങ്ങിയത്, അന്ന് മുതൽ എൻ്റെ കുടുംബത്തിൽ വിളക്ക് കൊളുത്തുന്ന സ്ഥലത്തേക്ക് ഞാൻ പോകാറേയില്ല. അവിടെ പോയി നമസ്കരിക്കാറില്ല, ചന്ദനക്കുറി വരയ്ക്കാറില്ല, സഹസ്രനാമം ചൊല്ലാറില്ല. അതിൽ നിന്നെല്ലാം എന്തോ ഒരു അറപ്പ് പോലെ ഞാൻ മാറി നിൽക്കുവാൻ ഇടയായി തീർന്നു. എന്നിട്ട് ഞാൻ എന്താ ചെയ്തു, പുതിയ നിയമത്തിന്റെ ഒരു കോപ്പി വാങ്ങിച്ചു. ഞാൻ എൻ്റെ ബാഗിനകത്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ വീടിനടുത്ത് വന്ന് കുറേ ദൂരെയാണ് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. ട്രെയിനിലിരിക്കുന്ന സമയത്തൊക്കെയും എനിക്ക് പ്രേരണ വരികയാണ്, ബൈബിൾ എടുത്ത് വായിക്കണം. അപ്പം പുതിയ നിയമത്തിന്റെ ബൈബിൾ ഞാൻ വായിച്ചു തുടങ്ങിയപ്പോൾ യേശുവിന്റെ അത്ഭുതങ്ങളൊക്കെ ഒരു സ്റ്റോറി പോലെ, അന്ന് തീഷ്ണതയോ തീവ്രതയോ ഒന്നും ഇല്ലല്ലോ, ഒരു സ്റ്റോറി ബുക്ക് വായിക്കുന്നത് പോലെയാണ് വായിക്കുന്നത്. എങ്കിലും ഓരോ ഭാഗം വായിക്കും തോറും എനിക്ക് പിന്നെയും വായിക്കണമെന്നുള്ള ഒരു പ്രേരണ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കടന്നു വരികയാണ്. അങ്ങനെ ഞാൻ എൻ്റെ കുടുംബത്തിന്റെ രീതികളെല്ലാം വിട്ടിട്ട് എൻ്റെ യേശുവിങ്കലേക്ക് അടുക്കുവാൻ തുടങ്ങി. ഞാൻ അന്ന് പ്രാർത്ഥനയ്ക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും പോയി തുടങ്ങിയിട്ടില്ല. ഈ ബൈബിള് വായിച്ച് യേശുവിങ്കലേക്ക് അടുക്കുവാൻ തുടങ്ങി. അങ്ങനെ വായിക്കുന്ന സമയത്ത് എൻ്റെ കുടുംബത്തിൽ വിവാഹാലോചനയുടെ സമയമായിരുന്നത് കൊണ്ട് തന്നെ എൻ്റെ അമ്മയ്ക്ക് ഉള്ളിൽ വിശ്വാസമുണ്ട്, എങ്കിലും എല്ലാം വിട്ട് ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, ഹൈന്ദവപരമായിട്ട് വളരെ ആചാരാനുഷ്ഠാനങ്ങളുള്ള ഒരു കുടുംബം ആയിരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അതൊന്നും വിട്ടിറങ്ങി വരുവാൻ എൻ്റെ മാതാവിന് കഴിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അമ്മ എന്നോട് പറഞ്ഞു, നീ കല്യാണം കഴിയാത്ത കുട്ടിയായതുകൊണ്ട് നിന്നെ എന്തായാലും ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയോട് കൂടെ കല്യാണം കഴിച്ചയക്കത്തില്ല. അതുകൊണ്ട് എൻ്റെ ഇതൊക്കെ അങ്ങ് വിട്ടേക്ക്. നിന്റെ വിശ്വാസം നിന്റെ ഉള്ളിൽ തന്നെ മതി. ഈ അമ്പലവും ഈ വിളക്ക് കത്തിക്കൽ ഈ പൂജയൊക്കെ വിട്ടിട്ടുള്ള നിന്റെ ഈ പരിപാടി നിർത്തിയേക്ക്. നിന്നെ എന്തായാലും ഒരു ഹിന്ദുവിനെ കൊണ്ടേ കല്യാണം കഴിപ്പിക്കത്തുള്ളൂ. അപ്പോൾ ഇത് നിന്റെ ഭാവി ജീവിതത്തിന് ഒരു പ്രശ്നമായി തീരും. അതുകൊണ്ട് ഈ വിശ്വാസം വേണ്ട എന്ന് പറയാൻ എന്നോട് നിർബന്ധിക്കുവാൻ തുടങ്ങി. എന്നാൽ അന്ന് എനിക്കത്ര പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ലെങ്കിലും ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവിന് എന്നെ ആവശ്യമുണ്ടെങ്കിൽ ഹാലേലൂയ, എൻ്റെ ദൈവം എനിക്ക് അപ്രകാരമുള്ള ഒരു ബന്ധം ഒരുക്കി തരുമെന്ന് ഒരു വിശ്വാസം, പ്രാർത്ഥിച്ചില്ല, ഒരു വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ പറഞ്ഞെങ്കിലും ബൈബിൾ വായനയൊന്നും ഞാൻ നിർത്തിയില്ല. വിട്ടതിനെല്ലാം വിട്ടു തന്നുകൊണ്ട് തന്നെ ഈ ബൈബിൾ വായിച്ചു ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുവാൻ ഇടയായി തീർന്നു. ഹാലേലൂയ. തുടർന്ന് എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യായിരിക്കും. തീർച്ചയായിട്ടും ഈ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ എല്ലാ പാർട്ടുകളും കാണണം. എന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ദൈവം ഈ സാക്ഷ്യങ്ങളിലൂടെ ദൈവം നിങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.